നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണിശങ്കർ അയ്യർ കോൺഗ്രസ് കൂറില്ലാത്തയാളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായി മണിശങ്കർ മാറിയെന്നും OJ ജനീഷ്. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് ടാറിംഗ് പാതി വഴിയിൽ. പ്രദേശത്ത് പൊടിപടലം ഒഴിഞ്ഞ സമയമില്ല. റോഡ് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ മെല്ലെപ്പോക്കാണ് പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമാക്കിയത്. വീടുകളിലേക്കുൾപ്പെടെ പൊടിശല്യം രൂക്ഷമായതോടെ ആരോഗ്യത്തിന് പോലും ഭീഷണി ഉയർന്നിരിക്കുകയാണ്. അനുഗ്രഹ കടാക്ഷങ്ങളും മതസൗഹാർദ്ദ സന്ദേശവും നൽകാൻ വിഷ്ണുമൂർത്തി തെയ്യം ജുമാ മസ്ജിദിലേക്ക് എഴുന്നള്ളി. കാസർഗോഡ് പെരുമ്പട്ട പാടാർകുളങ്ങര ക്ഷേത്രം കളിയാട്ടത്തിലാണ് തെയ്യം പള്ളിയിലെത്തി മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനം നൽകിയത്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത് പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കിടപ്പാടം ബാങ്ക് അധികൃതർ ജപ്തി ചെയ്യുമോ എന്ന ആദിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോലുമാകാതെ സങ്കടപ്പെട്ട ഇടയിലക്കാട്ടെ +2 വിദ്യാർത്ഥി K അർജുന രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ഇടപെടലിൽ താൽക്കാലിക ആശ്വാസമായി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ MP പരീക്ഷ കഴിയും വരെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് ബാങ്ക് റീജിയണൽ മാനേജർ ഉൾപ്പെടെയുള്ള അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു. കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP നേതൃത്വം നൽകി. മഞ്ചേശ്വരം യുണൈറ്റഡ് സീ ഫുഡ് ഫാക്ടറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കഴിഞ്ഞ 8 വർഷമായി ജലവായു മലിനീകരണം സൃഷ്ടിച്ച ഫാക്ടറി ജനവാസ മേഖലയിൽ അപകടകരമായി പ്രവർത്തിച്ചു വരുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. മണിശങ്കർ അയ്യർ കോൺഗ്രസ് കൂറില്ലാത്തയാളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായി മണിശങ്കർ മാറിയെന്നും OJ ജനീഷ്. സർക്കാർ പരിശോധിക്കും എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ മണിശങ്കർ അയ്യറിനെ പോലെ ചില ആളുകളെ കൊണ്ടുവന്ന് പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും അധികാരത്തിലേക്ക് വരുമെന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ചെലവിൽ സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് കോൺഗ്രസിന് വേണ്ടി നല്ലത് പറയുമെന്ന് കണക്കാക്കാൻ സാധിക്കില്ല. അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്, മുൻ മന്ത്രിയാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി കടന്നു വരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് കോൺഗ്രസ് താല്പര്യങ്ങളുണ്ടെങ്കിൽ കേരളത്തിനകത്ത് കോൺഗ്രസ് രാജ്യത്ത് തന്നെ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, ഇവിടെ വന്നതിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയാണ്, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ശരത്ലാലും കൃപേഷും പോലുള്ള ചെറുപ്പക്കാർ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. ഈ സർക്കാരാണ് നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ആ കേസിൽ നിന്ന് CBI അന്വേഷണത്തെ ഇല്ലാതാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വൈകാരികമായ സമീപനങ്ങളെയോ വൈകാരികമായ വിഷയങ്ങളെയോ ഒന്നും തന്നെ മനസ്സിലാക്കാതെയാണ് മണിശങ്കർ അയ്യരെ പോലുള്ള ആളുകൾ ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലും നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ മണിശങ്കർ അയ്യരിൽ നിന്ന് സമാനമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ പുറകിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായിട്ടാണ് പലപ്പോഴും മണിശങ്കർ അയ്യരുടെ പ്രസ്താവനകൾ വന്ന് ഭവിച്ചിട്ടുള്ളത്. അത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലായാലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലായാലും സമാനമായ രീതിയിൽ തന്നെയാണ്. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് ടാറിംഗ് പാതി വഴിയിൽ. പ്രദേശത്ത് പൊടിപടലമൊഴിഞ്ഞ സമയമില്ല. റോഡ് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ മെല്ലെപ്പോക്കാണ് പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമാക്കിയത്. വീടുകളിലേക്കുൾപ്പെടെ പൊടിശല്യം രൂക്ഷമായതോടെ ആരോഗ്യത്തിന് പോലും ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഇക്ബാൽ റോഡിൽ മെക്കാഡം ടാറിംഗിന്റെ ഭാഗമായി പൊളിച്ചിട്ട റോഡ് പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാവുന്നു. ഒച്ചിന്റെ വേഗതയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. 1 മാസത്തോളമായി പൊളിച്ചിട്ട റോഡിൽ നിന്നും അസഹനീയമായ രീതിയിലാണ് പൊടി ഉയരുന്നത്.
ഇത് ഈ പ്രദേശത്തുകാരുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്നു. ഇതേപോലെ ആക്കിയിട്ട് ഒരാഴ്ചയിലധികമായി, ഇതുവരെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ റോഡ് ഉറപ്പോടുകൂടി ചെയ്യേണ്ടതാണ്. എന്നാൽ കൂടി ഇതിൽ നിരവധി ആൾക്കാർ യാത്ര ചെയ്ത് പോകുന്നതാണ്. സ്കൂളുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ, ഒരുപാട് സ്ഥാപനങ്ങളിലാണ്. നിരവധി കുട്ടികൾ കടന്നു പോകുന്നതാണ്, വാഹനങ്ങൾ പോകുന്നതാണ്. വളരെ ബുദ്ധിമുട്ട്. നമുക്ക് കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം ഈ പൊടി പറന്നിട്ട് ശ്വാസം മുട്ടലും ചുമയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. നിരവധി ആൾക്കാർ ഈ ടൗണിലേക്ക് പോകാനും വരാനും ഈ റോഡിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് ബന്ധപ്പെട്ടോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടിയന്തര പരിഗണന വേണ്ട റോഡിനോടാണ് കരാർ കമ്പനിയുടെ ഈ മെല്ലെപ്പോക്ക്. 2 റോഡിൻ്റെ വർക്കും ഒരുമിച്ച് നടത്തുക, അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇപ്പോൾ ഇക്ബാൽ ഹൈസ്കൂൾ റോഡ്, അതായത് നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി അഴീത്തല റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ബെല്ലാക്കടപ്പുറം സ്കൂൾ റോഡിൻ്റെ വർക്കും കൂടി നടന്നത്. അപ്പോൾ ബെല്ലാക്കടപ്പുറത്തും കൂടി പോകാൻ ആളുകൾക്ക് കഴിയുന്നില്ല, ഇക്ബാൽ റോഡിൽ കൂടി നടത്താൻ കഴിയുന്നില്ല. മാത്രമല്ല, വർക്ക് നടക്കുന്നതുകൊണ്ട് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. പൊടിപടലങ്ങൾ ആകെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിത്യരോഗികളാക്കി മാറ്റുന്ന സംഭവമാണ് അധികാര ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് അധികാരികൾ അടിയന്തരം ശ്രദ്ധിച്ചുകൊണ്ട് ഏതെങ്കിലും റോഡിൻ്റെ വർക്ക് മാത്രം പൂർത്തീകരിച്ചതിന് ശേഷം മറ്റേ റോഡിൻ്റെ വർക്ക് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പൊടിശല്യം രൂക്ഷമായതോടെ പലരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. നമുക്ക് പണിയെടുക്കാനേ സമയമില്ല. ഇപ്പോൾ ഒന്നിപ്പോൾ പൊടി, സ്കൂൾ കുട്ടികൾക്കും മുതലായിട്ട് പൊടിയായിട്ടില്ല, നടന്നിട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ അത്രയും പൊടിയാണ്. നമ്മൾ മാസ്ക് ഇട്ടില്ല, ഇപ്പോൾ വണ്ടിയിൽ ഓടുന്നില്ല. ഇപ്പോൾ പാസഞ്ചർക്ക് ഇതാരെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൽ നടന്നിട്ട് പോകുന്ന കുറേ കുട്ടികൾ പോകുന്നുണ്ട്, അവർക്കും നടന്നിട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരെ ഷോപ്പിലും കാര്യം നോക്കണം. ഇവരെ ഷോപ്പിലെല്ലാം ഉള്ളിൽ പൊടി നോക്കണം. ഇവർ വെള്ളമടിക്കുന്ന സംവിധാനം ആക്കിയാൽ മതിയേനും, അതും ചെയ്യുന്നില്ല. നമ്മൾ എന്താ പറയുക? പിന്നെ റോഡ് അടിയന്തരമായി ടാറിംഗ് നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അനുഗ്രഹ കടാക്ഷങ്ങളും മതസൗഹാർദ്ദ സന്ദേശവും നൽകാൻ വിഷ്ണുമൂർത്തി തെയ്യം ജുമാ മസ്ജിദിലേക്ക് എഴുന്നള്ളി. കാസർഗോഡ് പെരുമ്പട്ട പാടാർകുളങ്ങര ക്ഷേത്രം കളിയാട്ടത്തിലാണ് തെയ്യം പള്ളിയിലെത്തി മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനം നൽകിയത്. 400 വർഷങ്ങൾക്കപ്പുറമുള്ള വിശ്വാസ പാരമ്പര്യത്തിനാണ് ഈ ചടങ്ങിലൂടെ നാട് സാക്ഷിയായത്. മതസാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തി പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി തെയ്യം പതിവ് പോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനമേകുവാൻ ഇക്കുറിയും പെരുമ്പട്ട ജുമാ മസ്ജിദിലെത്തി. തെയ്യത്തിന്റെ അരുൾപ്പാടുകൾക്ക് കാതോർത്ത് 100 കണക്കിനു പേരാണ് പള്ളിയിലെ മഖാമിനു മുന്നിൽ എത്തിയത്. പെരുമ്പട്ട താഴെത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ സമാപന ദിനമാണ് ക്ഷേത്രത്തിൽ കെട്ടിയാടിയ വിഷ്ണുമൂർത്തി തെയ്യം സമീപത്തെ മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിലേക്ക് എത്തിയത്. 400 വർഷങ്ങൾക്കപ്പുറമുള്ള വിശ്വാസ പാരമ്പര്യത്തിനാണ് ഈ ചടങ്ങിലൂടെ നാട് സാക്ഷ്യം വഹിച്ചത്. ക്ഷേത്രസ്ഥാനികർ മഖാമിനു മുന്നിൽ ചന്ദനത്തിരികൾ കത്തിച്ചു വയ്ക്കുന്നത് ചടങ്ങിന്റെ ഭാഗമാണ്. മഖാമിലെ ദേവചൈതന്യത്തോട് തിരുവായ് മൊഴിഞ്ഞ തെയ്യം കൂടി നിൽക്കുന്ന ഭക്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞു. മസ്ജിദിലേക്കെത്തിയ തെയ്യത്തെ ജമാഅത്ത് ഭാരവാഹികളായ MTP മുഹമ്മദ് അലി, M ഉസ്മാൻ, KM അഷ്റഫ്, MC അബ്ദുള്ള, PK ലത്തീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മനുഷ്യർക്കിടയിലെ സാഹോദര്യം എന്നും നിലനിന്നു പോരണമെന്നും നിസ്കാരമുൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് മുടക്കം വരുത്തരുതെന്നും തെയ്യം ഉപദേശം നൽകി. ചടങ്ങുകൾക്കൊടുവിൽ ഖത്തീബ് മുനീർ ഫൈസിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെയാണ് തെയ്യത്തെ ക്ഷേത്രത്തിലേക്ക് യാത്രയാക്കിയത്. ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്നു കരുതുന്ന താഴത്തിടം ക്ഷേത്രവും ഇത്ര തന്നെ പഴക്കമുള്ള ഇവിടുത്തെ മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദും തേജസ്വിനി പുഴയുടെ ഒരേ കരയിൽ തന്നെയാണ്. പഴയ കാലത്ത് പരദേവത നെൽക്കറ്റകൾക്ക് മുകളിലൂടെയാണ് പള്ളിയിലേക്ക് എത്തിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇന്നിപ്പോൾ നെൽക്കറ്റകൾക്കു പകരം മഖാമിനു മുന്നിൽ അരിയാണുണ്ടായിരുന്നത്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഇവിടെ ആചാരങ്ങൾ ഇപ്പോഴും അതേ പവിത്രതയോടെ തുടർന്നു പോരുന്നു. മുൻകാലത്ത് ഇവിടുത്തെ കളിയാട്ടത്തിലെ നായാട്ടിനുമെല്ലാം ഇരുമതസ്ഥരും ഒരുമിച്ചായിരുന്നു പങ്കെടുത്തിരുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോഴും മുസ്ലിം സഹോദരങ്ങൾക്ക് വിലക്കുകളില്ല. പരസ്പര സഹകരണത്തോടെയാണ് ഈ ആരാധനാലയങ്ങളിൽ ഉത്സവവും ഉറൂസുമെല്ലാം നടക്കുന്നത്. പെരുമ്പട്ട എന്നുള്ള ഈ മലയോര പ്രദേശത്ത് ഒരു മസ്ജിദാണ്. ഈ മസ്ജിദിന്റെ 150 മീറ്റർ അപ്പുറമാണ് ഈ പെരുമ്പട്ട താഴത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന ക്ഷേത്രം. അപ്പോൾ അതിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ്
വിഷ്ണുമൂർത്തി മസ്ജിദ് സന്ദർശിക്കുക എന്നുള്ളത്. അപ്പോൾ മസ്ജിദിൽ നടക്കേണ്ട എല്ലാ ആരാധനാ കർമ്മങ്ങളും നടത്തി ക്ഷേത്രത്തിൽ അതിൻ്റെതായ ആ രൂപത്തിൽ തന്നെ പോകുന്നത്. പരമാവധി യോജിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും യോജിക്കുകയും അതേപോലെ തന്നെ സൗഹാർദ്ദത്തിലുമാണ് ഇന്ന് വരെ പഴമക്കാരെ ആളുകൾ നടപ്പാക്കിയ അല്ലെങ്കിൽ അവര് തുറന്നു വെച്ച ഒരു സംഭവമാണിത്. ഇത് പണ്ട് മുതലേ പുരാണ കാലം മുതലേ ഇവിടെ പണ്ട് മാലിക് ദിനാർ ഇവിടെ വരുന്നത്, കേരളത്തിൽ കാസർഗോഡ് വരുന്നത് കാലഘട്ടം മുതലേ ഉള്ള ഒരു സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അത് മാറി മാറി അന്നത്തെ സംവിധാനത്തിനനുസരിച്ച് അത് അന്ന് ചെയ്തെങ്കിൽ ഇന്നത്തെ സംവിധാനത്തിനനുസരിച്ച് ഇന്ന് ചെയ്യുന്നു. അന്ന് വളരെ സാഹസികമായിട്ടാണ് ഈ സൗഹൃദം നടപ്പിലാക്കിയത്. വളരെ പ്രയാസപ്പെട്ട ഒരു കാലമാണ്. നായാട്ടിന് പോക്കും അതേപോലെ തന്നെ ഈർപ്പിലെ പൂപ്പ് വിളിയും അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ദാരിദ്ര്യം പിടിച്ചൊരു കാലമായിരുന്നു. അപ്പൊ ആ ഒരു കാലത്തിൽ തന്നെ ഇത് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഹിന്ദു മുസ്ലിം അതുപോലത്തെ എല്ലാ നാനാജാതി എല്ലാവരും ഒരു നാട്ടിലൊരു മൂപ്പനെന്ത് കൂട്ടും. മൂപ്പന അല്ലെങ്കിൽ ഒരാളെ കൂട്ടുപോയി അവരെ കിട്ടുന്ന ആ മൃഗ ഏതാണോ അതിനെ പിന്നെ അറുത്തുകൊണ്ട് ആ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം മുസ്ലിമിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൽ നിന്നുള്ള പിന്നെ മാംസം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പഴമക്കാരെ ആളുകൾ പറയുന്നതാണ്. അതുപോലെ തന്നെ അരി മൂട പണ്ട് പിന്നെ ഈ വയലിൽ നിന്നൊക്കെ നെല്ല് ശേഖരിച്ചിട്ട് ആ അരി മൂട എന്നൊരു സംവിധാനമുണ്ട്. അതിന്റെ ഉള്ള ആ കെട്ടുവെച്ച് അതിന്റെ ചവിട്ടിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ കൂടുതലായി എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ചുരുങ്ങിയ ഈ സംവിധാനത്തിന്റെ സൗകര്യത്തിന്റെ ഇടയിൽ ഈ രൂപത്തിൽ പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് നമുക്ക് നാളത്തെ പിന്നെ വളർന്നു വരുന്ന തലമുറക്ക് അതിന്റെ മനസ്സിന്റെ അകത്ത് വർഗീയത, തീവ്രവാദം, ഭീകരവാദം ഇതൊക്കെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സന്ദേശമായി ഇതിന് മാറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുംഭമാസത്തിലെ വാവ് ദിനത്തിൽ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ വിശ്വാസികൾ പൂർവികരുടെ ഓർമ്മകൾക്ക് ശ്രാദ്ധമൂട്ടി. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിനു മുന്നിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത് പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരേ സമയത്ത് 10ഓളം കർമ്മികളുടെ നേതൃത്വത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. ദക്ഷിണായനത്തിൽ പിതൃക്കൾ ഉണർന്നിരിക്കുന്ന കുംഭമാസത്തിലെ വാവ് ദിനത്തിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ വിശ്വാസികൾ പൂർവികരുടെ ഓർമ്മകൾക്ക് ശ്രാന്തമൂട്ടി. പുലർച്ചെ 6 മണി മുതൽ ക്ഷേത്രം മേൽശാന്തി നവീൻ ചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിൽ വിശേഷാൽ തിലഹവനാദി ക്രിയകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രക്കുളത്തിൽ തീർത്ഥസ്നാനം നടത്തി താമ്പൂലവും ദക്ഷിണയും നൽകി മേൽശാന്തിയിൽ നിന്ന് അരിയും പൂവും സ്വീകരിച്ച ശേഷമാണ് പിതൃതർപ്പണം. ക്ഷേത്രം മുൻവശത്തെ കടൽ തീരത്ത് നിർമ്മിച്ച പന്തലിൽ ഒരേ സമയത്ത് രാഘവേന്ദ്രയുടെ നേതൃത്വത്തിൽ 10ഓളം കാർമ്മികളുടെ സേവനം ഉറപ്പാക്കി. ഭക്തജനങ്ങളുടെ തിരക്ക് കുറക്കുവാൻ ബലിതർപ്പണത്തിനുള്ള റെസിപ്റ്റുകൾ മുൻകൂറായി നൽകിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ലഘുഭക്ഷണം ദേവസ്വം വക നൽകി. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി, പോലീസ്, ഹെൽത്ത് മുതലായവരുടെ സേവനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിരന്തരം വാഹനാപകടങ്ങൾ നടക്കാറുള്ള തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിലെ തൃക്കരിപ്പൂർ തങ്കയം മുക്കിൽ വൻ മരങ്ങൾ മുറിച്ചു മാറ്റി തുടങ്ങി. നവീകരണ പദ്ധതിയുടെ മുന്നോടിയായാണ് വൻ മരങ്ങൾ ഇവിടെ നിന്നും മുറിച്ചു നീക്കിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നിരവധി അപകടങ്ങൾ നടന്ന പ്രധാന പാതയിലെ തങ്കയം ചൊവ്വേരിമുക്കിൽ അശ്രദ്ധമായി 3 ഭാഗത്തു നിന്നും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞെത്തിയാണ് അപകടമുണ്ടാക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിലേക്കും തിരിച്ചും എത്തുന്ന പ്രധാന കവാടമാണ് തങ്കയം മുക്ക്. ഇരുചക്ര വാഹന യാത്രക്കാരായ വയോധികർ ഉൾപ്പെടെ 10ലധികം പേർക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇവിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. തുടർച്ചയായി അപകടം നടന്നത് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സമരത്തിനും വഴി തുറന്നിരുന്നു. കാലിക്കടവ് ഭാഗത്തു നിന്നും തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും തങ്കയമുക്കിലെ വളവ് തിരിയുന്നതിനിടയിലാണ് അപകടങ്ങൾ കൂടുതലും ഉണ്ടായിട്ടുള്ളത്. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതും അശ്രദ്ധമായും അമിത വേഗത്തിലും വാഹനങ്ങൾ എത്തുന്നതുമാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. 40ഓളം യാത്രാ ബസ്സുകളും 100 കണക്കിന് മറ്റ് വാഹനങ്ങളും സഞ്ചരിക്കുന്ന തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിലെ തങ്കയമുക്കിൽ നിന്നും ടൗണിലേക്കും പയ്യന്നൂർ ബൈപ്പാസിലേക്കുള്ള റോഡുകൾ ശ്രദ്ധിക്കാതെയുണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഇവിടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമിട്ടിട്ടുള്ളത്. തങ്കയമുക്കിൽ കാലിക്കടവ് ഭാഗത്തേക്കുള്ള പാതയോരത്തെ 2 വൻ മരങ്ങൾ ഇവിടെ നിന്നും വെട്ടിനീക്കി. 3 ഭാഗത്തുള്ള റോഡിലേക്കുള്ള തടസ്സങ്ങൾ നീക്കി വീതി കൂട്ടി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന പ്രവൃത്തികളും തുടർന്ന് നടക്കും. മത്സ്യഭവന് മുന്നിലെ വൈദ്യുതി ലൈനുകൾ അഴിച്ചുമാറ്റിയും ഗതാഗത നിയന്ത്രണം ഒരുക്കിയുമാണ് വൻമരങ്ങൾ ഇവിടെ മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു.
കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി നിർവഹണത്തിന് വേണ്ടി 40% തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി ആ പദ്ധതിയെ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് വലിയ അധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അതിന്റെ ഭാഗമായി ഒരുപാട് വികസനം നമ്മുടെ നാടിന്റെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ആ വികസന പ്രക്രിയയിൽ നമുക്കാകെ നേരിട്ട് ഏർപ്പെടാൻ കഴിയുന്ന നിലയിൽ അതിന്റെ ക്രമീകരണങ്ങൾ വരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വികസന പ്രക്രിയയെ കൂടുതൽ കരുത്തുള്ളതാക്കി, കൂടുതൽ ഉൾക്കാറുള്ളതാക്കി, പുതിയ കാലത്തിനനുസരിച്ച് ക്രമീകരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നമുക്ക് നിർവഹിക്കാനുണ്ട്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാവ്യ TV, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുജാത, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സോയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. സബീഷ്, അജാനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുഞ്ഞാമിന C, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK മഞ്ജിഷ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രതീഷ് വെള്ളംതട്ട, K. ബിന്ദു, P. അബ്ദുൾ കരീം എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കാറ്റാടി കുമാരൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, V. രാധാകൃഷ്ണൻ, ഹമീദ് ചേരക്കാടത്ത്, മുഹമ്മദ് കുഞ്ഞി KC, പ്രസാദ് മിഥില എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2026 മാർച്ച് 1 നടക്കുന്ന അജാനൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി ചിത്താരി കടപ്പുറത്ത് വെച്ച് പൈതൃക സംഗമവും സമുദ്രപൂജയും നടന്നു. പൈതൃക സംഗമത്തിൽ മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും കുട്ടികളും അടങ്ങുന്ന സദസ്സ് നവ്യാനുഭവം പകരുന്നതായി മാറി. 2026 മാർച്ച് 1 നടക്കുന്ന അജാനൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി മഹാശിവരാത്രി ദിനത്തിൽ ചിത്താരി കടപ്പുറത്ത് വെച്ച പൈതൃക സംഗമവും സമുദ്രപൂജയും നടന്നു. പൈതൃക സംഗമത്തിൽ മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും കുട്ടികളും അടങ്ങുന്ന സദസ്സിൽ സംവാദം നയിച്ചത് ബാലചന്ദ്രൻ മാസ്റ്റർ കൊട്ടോടിയാണ്. AV കുഞ്ഞിക്കണ്ണൻ സമുദ്രാരതിക്ക് കാർമ്മികത്വം വഹിച്ചു. മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും നന്മയുടെ പാട്ടുകളും ജീവിതാനുഭവങ്ങളും ഓർമ്മകളും പകരുകയും എല്ലാവരിലും സ്നേഹനൊമ്പരങ്ങൾ ഉണർത്തുകയും ചെയ്തു. പരിപാടിയിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ വർക്കിംഗ് ചെയർമാൻ ഗണേശൻ, പ്രോഗ്രാം കൺവീനർ ദിവാകരൻ, വൈസ് ചെയർമാൻ മധുസൂദനൻ M, പങ്കജാക്ഷൻ പടിഞ്ഞാറേക്കര, വിവേകാനന്ദൻ, മധു പുതിയകണ്ഠം, പ്രസാദ് മിഥില, ആനന്ദൻ, TV ചന്ദ്രൻ, രാജീവൻ പടിഞ്ഞാറേക്കര, അനൂപ് മാണിക്കോത്ത്, ഗീതാ ബാബുരാജ്, ജയകുമാർ നെല്ലിത്തറ, ബാലഗോകുലം ജില്ലാ സെക്രട്ടറി സുരേഷ് P പടിഞ്ഞാറേക്കര, അനിത സുധാകരൻ, ബാലൻ മാണിക്കോത്ത്, പുഷ്പാകരൻ ചിത്താരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സമ്മേളനത്തിലെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരെയും കൺവീനർമാരെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന സമിതി അംഗങ്ങളെയും ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സമ്മേളനത്തിലെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരെയും കൺവീനർമാരെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന സമിതി അംഗങ്ങളെയും ആദരിച്ചു. ഹോസ്ദുർഗ് ഏരിയ പ്രസിഡന്റ് അഖിൽ അയ്യങ്കാവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കാര്യങ്ങളെല്ലാം ആ സംഘടന തരുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, 2009 മുതൽ, എന്റെ ഓർമ്മ വെച്ച് 2009 മുതൽ ഇപ്പൊ 2025 വരെ വളരെ ആക്റ്റീവായി ഈ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന ട്രഷറും സെൻട്രൽ കമ്മിറ്റിയും ജില്ലാ പ്രസിഡന്റായി നിന്ന ഒരു വ്യക്തിയാണ്. ഈ 16 വർഷത്തെ അദ്ദേഹത്തിന്റെ എത്രമാത്രം സമയം, അദ്ദേഹം പ്രൊഫഷണൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ പലപ്പോഴും സ്വപ്നങ്ങൾ പോലെ നടന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എഞ്ചിനീയർ B എന്നുള്ള കാര്യങ്ങൾ മുതൽ പല ആൾക്കാരും പലപ്പോഴും പരീക്ഷ എഴുതണം, എന്നാലേ പറ്റൂ, എൻട്രൻസ് എഴുതണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സ്ട്രെയിനും ഇല്ലാതെ
അതായത് ക്വാളിഫിക്കേഷൻ ഒരു മാനദണ്ഡം കൂടി ആക്കാതെ CB ഏത് ലൈസൻസിനെയും ആ എക്സ്പീരിയൻസിൽ മാത്രം നോക്കിക്കൊണ്ട് അദ്ദേഹം അത് സാധിച്ചത് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം തന്നെയാണ്. ചടങ്ങിൽ സംസ്ഥാന സമ്മേളന വർക്കിംഗ് ചെയർമാൻ EP ഉണ്ണികൃഷ്ണൻ, വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാരായ രാജൻ P, അഭിലാഷ് N, ശ്യാമള C എന്നിവരെ സംസ്ഥാന പ്രസിഡന്റ് ആദരിച്ചു. പുതുതായി സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത CS വിനോദ് കുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M വിജയൻ, സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ TJ, സംസ്ഥാന സമിതി അംഗം PK വിനോദ് എന്നിവരെ ഏരിയ പ്രസിഡന്റ് ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഷിദ്, ഏരിയ സെക്രട്ടറി സുരേഖ് P, ബെറ്റി IP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശരത് ലാൽ കൃപേഷ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണുനീർ പറ്റാത്ത പെരിയ കല്യോട്ടെ അമ്മമാരുടെ ശവം CPMന്റെ അന്ത്യം കുറിക്കുമെന്നും ജനാധിപത്യ സംഘടനാ ശക്തികൾക്ക് ശരത് ലാൽ കൃപേഷ് രക്തസാക്ഷിത്വം ശക്തി പകരുമെന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് TK സുധാകരൻ പറഞ്ഞു. ഈ രണ്ട് ചെറുപ്പക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്ത് തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ഈ കൊലപാതകം. സത്യത്തിൽ ഇപ്പോഴും തുടിക്കുന്ന ഈ മുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കിരാത രാഷ്ട്രീയം, ജനിച്ച മണ്ണിൽ നിർഭയമായി ജീവിക്കാനുള്ള അവകാശം, അത് നമ്മുടെ ഭരണഘടനാപരമാണ്, ദൈവദത്തമാണ്. ഏത് ജീവിക്കും ജീവിക്കാനുള്ള അവകാശം വകവെക്കുന്ന ഒരു ഭരണഘടനയും നമുക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ സ്വാതന്ത്ര്യ സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുത്ത പ്രസ്ഥാനത്തിൻ്റെ ആളുകളെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ രാഷ്ട്രീയ മേധാവിത്വത്തിനും ഫാസിസത്തിനും വേണ്ടി കൊന്നൊടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ശരത് ലാൽ കൃപേഷ് അനുസ്മരണ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറിയും പ്രമുഖ ഗാന്ധിയനുമായ അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു, M അസിനാർ, M കുഞ്ഞികൃഷ്ണൻ, KP ബാലകൃഷ്ണൻ, ചന്ദ്രൻ ഞാണിക്കടവ്, H ഭാസ്കരൻ, സുജിത് പുതുക്കൈ, PK ചന്ദ്രശേഖരൻ മാസ്റ്റർ, പത്മരാജൻ ഐങ്ങോത്ത്, അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ, ശരത് TV, കൗൺസിലർമാരായ K സുമതി, ചന്ദ്രൻ മാസ്റ്റർ, നീലേശ്വരം നഗരസഭാ കൗൺസിലർ ബീന, രതീഷ് TV, MM നാരായണൻ, വേണുഗോപാലൻ കോട്ടച്ചേരി എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി OV രതീഷ് സ്വാഗതവും കൃഷ്ണലാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്നും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ലക്ഷ്യമിടുന്നത് ധ്രുവീകരണ രാഷ്ട്രീയമാണെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ പറഞ്ഞു. ഏരിയ സമിതി ബിഗ് മാളിൽ സംഘടിപ്പിച്ച ഇസ്ലാമിക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമിക് മതരാഷ്ട്രവാദമില്ലെന്നും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ലക്ഷ്യമിടുന്നത് ധ്രുവീകരണ രാഷ്ട്രീയമാണെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും അടിസ്ഥാനമാക്കി നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഏരിയ സമിതി ബിഗ് മാളിൽ സംഘടിപ്പിച്ച ഇസ്ലാമിക സംഗമത്തിൽ അമീർ പറഞ്ഞു. മീഡിയകൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിഹ്നങ്ങൾ, നമ്മുടെ അടയാളങ്ങൾ, നമ്മുടെ ആശയങ്ങൾ എല്ലാം പൊതുസമൂഹത്തിനകത്ത് ഒരു ഭീതിയോടുകൂടി കാണേണ്ടുന്ന ഒരു പൊതുബോധ നിർമ്മിതി നമ്മുടെ സമൂഹത്തിനകത്ത് യാഥാർത്ഥ്യമായി കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇസ്ലാം എന്ന ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് ഇസ്ലാമിന് ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ അഭാവത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ജമാഅത്തെ ഇസ്ലാമി ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. പ്രവാചകന്റെ ജന്മദിനം വരുന്ന ഘട്ടത്തിൽ 10,000-കണക്കിന് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് വലിയ പുസ്തകങ്ങൾ അവർക്ക് കൈമാറി, അവർക്ക് പഠിക്കാൻ കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ നടത്തി. മതരാഷ്ട്രവാദം ജമാഅത്ത് ഇസ്ലാമിക്കില്ലെന്ന് പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ആടിനെ പട്ടിയാക്കുന്ന ദുഷ്പ്രചാരണങ്ങളിലൂടെ പൊതുസമൂഹത്തിൽ ഇസ്ലാമോ ഹോബിയ സൃഷ്ടിക്കുകയാണ് ചിലർ ചെയ്യുന്നതെന്നും ഒരു ജനതയെ അപവൽക്കരിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ധ്രുവീകരണ രാഷ്ട്രീയത്തെ ചെറുക്കാൻ അമീർ അഭ്യർത്ഥിച്ചു. ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. TK മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും മൊയ്തു ഇരിയ നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് NA ഖാലിദ്, A ഹമീദ് ഹാജി, C മുഹമ്മദ് കുഞ്ഞി, BM മുഹമ്മദ് കുഞ്ഞി, T മുഹമ്മദ് അസ്ലാം,
സുറൂർ മൊയ്തു ഹാജി, അഹമ്മദ് ബെസ്റ്റോ, PK അബ്ദുള്ള കുഞ്ഞി, ഹമീദ് ചേരക്കാടത്ത്, അഹമ്മദ് കിർമാണി, ഗയ്യും പൂക്കൂഞ്ഞ, ഇസ്മായിൽ ഷൌക്കത്ത് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ കക്കാട്ട് പനക്കൂൽ തറവാട് എരിഞ്ഞിക്കാൽ ഭഗവതി ക്ഷേത്രം 3 വർഷത്തിലൊരിക്കൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. ആദ്യ ദിവസം വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം, അനുമോദന സദസ്സ്, വിവിധ കലാപരിപാടികൾ നടന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ, ഏറ്റവും കൂടുതൽ തറവാട്ടംഗങ്ങൾ ഉള്ളതുമായ ഉത്തര കേരളത്തിലെ പ്രധാന തറവാടുകളിലൊന്നായ മടിക്കൈ കക്കാട്ട് പനക്കൂൽ തറവാട് എരിഞ്ഞിക്കാൽ ഭഗവതി ക്ഷേത്രം 3 വർഷത്തിലൊരിക്കൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. ആദ്യ ദിവസം വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം, അനുമോദന സദസ്സ്, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന അനുമോദന സദസ്സ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് തന്നെ മാതൃകയായ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം അഭിമാനത്തോടെ പറയുന്ന കേരളം ആഗ്രഹിക്കുന്നത് അതാണ്. ഉത്സവങ്ങളും കളിയാട്ടങ്ങളും ആഘോഷങ്ങളുമെല്ലാം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നതാണ്. ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ മനുഷ്യരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ജാതിക്കും മതത്തിനുമെല്ലാം അപ്പുറം മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും എല്ലാം മൂർത്തമായ മുദ്രാവാക്യം നാടിന്റെ പൊതുസമക്ഷവും പൊതുപന്ഥാവിലുമെല്ലാം അവതരിപ്പിച്ച് ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ പ്രാപ്തമാക്കുന്ന ഇടങ്ങളാണ് എല്ലാ ദേവാലയങ്ങളും അല്ലെങ്കിൽ എല്ലാ തറവാടുകളും എന്ന് തന്നെയാണ് നാം എല്ലാം വിശ്വസിച്ചു പോകുന്നത്. നാം എത്ര അഭിമാനത്തോടെയാണ് ഇന്നിങ്ങനെ കൂടിയിരിക്കുന്നത്. ചിലപ്പോൾ നാം ഒന്ന് പഴമയിലേക്ക് നടന്നു പോയാൽ ഇങ്ങനെ മലയാളിക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയാത്തൊരു കാലം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. ജാതിയും മതവുമെല്ലാം വിലങ്ങ് സൃഷ്ടിച്ച് താഴ്ന്നവനെന്നും ഉയർന്നവനെന്നും പൊതുവിൽ കൽപ്പനകൾ പുറപ്പെടുവിച്ച് ഉന്നതനായ ആളുകൾക്ക് മാത്രം ദേവാലയങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു കാലം നമ്മൾക്കിടയിലുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുജാത വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ്, പുരക്കളി കലാകാരൻ പനക്കൂൽ കൃഷ്ണൻ മൊനാച്ച, കുരുത്തോലയിൽ വിസ്മയങ്ങൾ തീർത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ P. അംബു പണ്ടാരത്തിൽ, ഡോക്യുമെന്ററി ഫിലിം അവാർഡ് ജേതാവ് സുജിത് ബംഗളം, ഡോക്ടർ രാഘാൽ എന്നിവരെയും ജനപ്രതിനിധികളെയും തറവാട് ഭാരവാഹികൾക്കും ഉപഹാരം നൽകി ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് B. ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കരിമ്പിൽ ഭാസ്കരൻ, KB ബിന്ദു, കക്കാട്ട് പുതിയ വീട് വിഷ്ണുമൂർത്തി ക്ഷേത്രം സെക്രട്ടറി T. രാജൻ, അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി A. വിനോദ്, കാനത്തിൽ തറവാട് സെക്രട്ടറി അശ്വിൻ, കക്കാട്ട് മഹാവിഷ്ണു ക്ഷേത്രം സേവാസമിതി സെക്രട്ടറി M. ബാലൻ കരിച്ചേരി, പനക്കാൽ തറവാട് സെക്രട്ടറി P. സന്തോഷ് എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ P. രാഘവൻ മാവുങ്കാൽ സ്വാഗതവും കൺവീനർ P. ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് ദാമോദരൻ മോനാച്ചിയും സംഘവും ചേർന്ന കൃഷ്ണ കുചേല പുനഃസമാഗമം ദൃശ്യാവിഷ്കാരവും നാദക്കോട്ട ഭഗവതി ക്ഷേത്രം വനിതാ പുരക്കളി സംഘത്തിന്റെ വനിതാ പുരക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിശങ്കർ അയ്യർ കോൺഗ്രസ് കൂറില്ലാത്തയാളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായി മണിശങ്കർ മാറിയെന്നും OJ ജനീഷ്. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് ടാറിംഗ് പാതി വഴിയിൽ. പ്രദേശത്ത് പൊടിപടലം ഒഴിഞ്ഞ സമയമില്ല. റോഡ് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ മെല്ലെപ്പോക്കാണ് പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമാക്കിയത്. വീടുകളിലേക്കുൾപ്പെടെ പൊടിശല്യം രൂക്ഷമായതോടെ ആരോഗ്യത്തിന് പോലും ഭീഷണി ഉയർന്നിരിക്കുകയാണ്. അനുഗ്രഹ കടാക്ഷങ്ങളും മതസൗഹാർദ്ദ സന്ദേശവും നൽകാൻ വിഷ്ണുമൂർത്തി തെയ്യം ജുമാ മസ്ജിദിലേക്ക് എഴുന്നള്ളി. കാസർഗോഡ് പെരുമ്പട്ട പാടാർകുളങ്ങര ക്ഷേത്രം കളിയാട്ടത്തിലാണ് തെയ്യം പള്ളിയിലെത്തി മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനം നൽകിയത്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത് പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കിടപ്പാടം ബാങ്ക് അധികൃതർ ജപ്തി ചെയ്യുമോ എന്ന ആദിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോലുമാകാതെ സങ്കടപ്പെട്ട ഇടയിലക്കാട്ടെ +2 വിദ്യാർത്ഥി K. അർജുന രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ഇടപെടലിൽ താൽക്കാലിക ആശ്വാസമായി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ MP പരീക്ഷ കഴിയും വരെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് ബാങ്ക് റീജിയണൽ മാനേജർ ഉൾപ്പെടെയുള്ള അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു.
കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP നേതൃത്വം നൽകി. മഞ്ചേശ്വരം യുണൈറ്റഡ് സീ ഫുഡ് ഫാക്ടറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കഴിഞ്ഞ 8 വർഷമായി ജലവായു മലിനീകരണം സൃഷ്ടിച്ച ഫാക്ടറി ജനവാസ മേഖലയിൽ അപകടകരമായി പ്രവർത്തിച്ചു വരുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.